ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സാംസങ്ങിന്റെ ട്രിപ്പിൾ ഫോൾഡബിൾ സ്മാർട്ട് ഫോണായ ഗാലക്സി സെഡ് ട്രൈഫോൾഡിന്റെ വിൽപ്പന അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട്. പുറത്തിറങ്ങി വെറും 3 മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴാണ് ഗാലക്സി സെഡ് ട്രൈഫോൾഡിന്റെ വിപണനം സാംസങ് നിർത്തുന്നത്. ആദ്യം ദക്ഷിണ കൊറിയയിലാവും ഗാലക്സി സെഡ് ട്രൈഫോൾഡ് ലഭ്യമല്ലാതാവുകയെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. സാംസങ്ങിന്റെ ചരിത്രത്തിലെ ആദ്യ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോണാണ് ഗാലക്സി ഇസെഡ് ട്രൈഫോൾഡ്. 2025 ഡിസംബർ 15-നായിരുന്നു ഈ സ്മാർട്ട് ഫോൺ ദക്ഷിണ കൊറിയയിൽ ലോഞ്ച് ചെയ്തത്. 2026 ജനുവരി അവസാനത്തോടെ US ഉൾപ്പെടെയുള്ള ആഗോള വിപണിയിലേക്കും സാംസങ് ഗാലക്സി ഇസെഡ് ട്രൈഫോൾഡ് എത്തി. ഗാലക്സി ഇസെഡ് ട്രൈഫോൾഡിന്റെ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സാംസങ്ങിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമല്ലാതായതോടെ തന്നെ ഈ ഫോണിന്റെ ഭാവിയെ ചൊല്ലിയുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. സോൾഡ് ഔട്ട് എന്നായിരുന്നു സാംസങ് വെബ്സൈറ്റിൽ എഴുതി കാണിച്ചിരുന്നത്. സാംസങ്ങിന്റെ വെബ്സൈറ്റ് വഴി മാത്രമായിരുന്നു ഗാലക്സി ഇസെഡ് ട്രൈഫോൾഡിന്റെ വിൽപ്പന നടന്നിരുന്നത്. 10 ഇഞ്ച് പ്രൈമറി ഡിസ്പ്ലേയും 6.5 ഇഞ്ച് കവർ ഡിസ്പ്ലേയും ഈ ഫോണിന് ഒരേ സമയം ടാബ്ലറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ലുക്ക് നൽകി. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് പ്രോസസർ, 16 GB റാം, 5600 mAh ബാറ്ററി, IP48 റേറ്റിംഗ് എന്നിവയായിരുന്നു പ്രധാന ഫീച്ചറുകൾ. ട്രൈഫോൾഡ് ലേഔട്ടിനായി ഒന്നിലധികം ആപ്പുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയറും ഗാലക്സി ഇസെഡ് ട്രൈഫോൾഡ് ഫോണിലുണ്ടായിരുന്നു. ഈ ഫോണിന് പിൻഗാമി ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. നിർമ്മിക്കാനുള്ള സങ്കീർണതയാണ് ഗാലക്സി ഇസെഡ് ട്രൈഫോൾഡിന്റെ കൂടുതൽ യൂണിറ്റുകൾ പുറത്തിറക്കാതിരിക്കാൻ കമ്പനിയെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഡംബര വാഹന നിർമ്മാതാക്കളായ ഔഡിയുടെ ഏറ്റവും പുതിയ SUV SQ8 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഡൽഹിയിൽ നടന്ന പരിപാടിയിലാണ് SQ8 പുറത്തിറക്കിയത്. സ്റ്റാൻഡേർഡ് Q8-നും RS Q8-നും ഇടയിലായി നിലകൊള്ളുന്ന Q8-ന് കരുത്തേകുന്നത് 507 HP-യും 770 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 4.0 ലിറ്റർ ടിൻ ടർബോ V8 എഞ്ചിനാണ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വാഹനത്തിലുള്ളത്. 0-ൽ നിന്നും മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ SQ8-ന് വെറും 4.1 സെക്കൻഡ് മതി. പരമാവധി വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററാണ്. ഒറ്റ ഫ്രെയിമിലുള്ള അലുമിനിയം ഗ്രില്ല്, അലുമിനിയം ലുക്കിലുള്ള പുറത്തെ കണ്ണാടികൾ, ഓഡിയുടെ 2D ലോഗോ, ഓഡി ലൈറ്റോടുകൂടിയ SD മെട്രിക്സ് LED ഹെഡ്ലൈറ്റ്, റിയൽ LED ലൈറ്റുകൾ, 22 ഇഞ്ച് അലോയ് വീലുകൾ, പനോരമിക് സൺറൂഫ്, പവർ ലാച്ചിംഗ് ഡോർ, വയർലെസ് ഫോൺ ചാർജർ, എയർ ബാഗുകൾ, ബ്ലൈൻഡ് സ്പോട്ടിംഗ് മോണിറ്ററോട് കൂടിയ 360 ഡിഗ്രി ക്യാമറ, 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ. ഇൻട്രോഡക്ടറി പ്രൈസായി 1.77 കോടി രൂപയാണ് കമ്പനി പ്രഖ്യാപിച്ച SQ8-ന്റെ എക്സ് ഷോറൂം വില. Q8-നേക്കാൾ 68 ലക്ഷം രൂപ കൂടുതലും RS Q8-നേക്കാൾ 56 ലക്ഷം രൂപ കുറവുമാണ്. 8 വ്യത്യസ്ത നിറങ്ങളിലാണ് ഓഡി SQ8 ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗൂഗിൾ ക്രോം ആൻഡ്രോയിഡ് ആപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ അവതരിപ്പിച്ചു. കമ്പ്യൂട്ടറുകളിൽ മാത്രം കണ്ടിരുന്ന ബുക്ക് മാർക്ക് ബാർ ഇനി മുതൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റുകളിലും ഫോൾഡബിൾ ഫോണുകളിലും ലഭ്യമാകും. പ്രിയപ്പെട്ട വെബ്സൈറ്റുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഈ പുതിയ ഫീച്ചർ സഹായിക്കും. നിലവിൽ ക്രോം വേർഷൻ 146-ലാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ബുക്ക് മാർക്കുകൾ തുറക്കാൻ 3 ഡോട്ടുകളുള്ള മെനുവിൽ പോയി പ്രത്യേക സെക്ഷൻ തിരഞ്ഞെടുക്കണമായിരുന്നു. എന്നാൽ പുതിയ മാറ്റത്തോടെ അഡ്രസ് ബാറിന് തൊട്ടു താഴെയായി ബുക്ക് മാർക്കുകൾ നിരയായി കാണാൻ സാധിക്കും. ഇത് ഉപയോക്താക്കളുടെ സമയം ലാഭിക്കാനും ബ്രൗസിംഗ് കൂടുതൽ സുഗമമാക്കാനും സഹായിക്കും. വെബ്സൈറ്റുകളുടെ ഐക്കണുകൾ സഹിതമാണ് ഈ ബാർ ക്രമീകരിച്ചിരിക്കുന്നത്. ടാബ്ലറ്റുകൾ പോലുള്ള വലിയ സ്ക്രീനുള്ള ഉപകരണങ്ങളിലാണ് ഈ ഫീച്ചർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. സ്ക്രീനിൽ കൂടുതൽ സ്ഥലം ലഭ്യമായതിനാൽ ഡെസ്ക്ടോപ്പിന് സമാനമായ അനുഭവം ഇത് നൽകുന്നു. ഫോൾഡബിൾ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ ഫീച്ചർ വലിയ ഉപകാരപ്രദമാകും. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ സ്ക്രീൻ വലുപ്പം കുറവായതിനാൽ ഈ ബാർ ഡീഫോൾട്ടായി മറച്ചുവെച്ചിരിക്കുകയാണ്. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം ഈ ബുക്ക് മാർക്ക് ബാർ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ സാധിക്കും. ഇത് ബ്രൗസറിനെ കൂടുതൽ പ്രൊഫഷണൽ ലുക്കിലേക്ക് മാറ്റുന്നു. കൂടുതൽ ബുക്ക് മാർക്കുകൾ ഉള്ളവർക്കായി ഒരു പ്രത്യേക ഐക്കണും ഈ ബാറിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ബാറിൽ ഉൾപ്പെടാത്ത മറ്റ് ബുക്ക് മാർക്കുകളും കാണാൻ സാധിക്കും. കൂടാതെ ഫോൾഡറുകളിലായി തിരിച്ചിട്ടുള്ള ബുക്ക് മാർക്കുകളും ഇതിലൂടെ എളുപ്പത്തിൽ തുറക്കാം. ഏതെങ്കിലും ലിങ്കിൽ ദീർഘനേരം അമർത്തിയാൽ ആ വെബ്സൈറ്റിന്റെ പൂർണ്ണമായ URL കാണാനും സാധിക്കും. ടാബ്ലറ്റുകളെ ഒരു ലാപ്ടോപ്പിന് സമാനമായി ഉപയോഗിക്കുന്നവർക്ക് ഈ ഫീച്ചർ വലിയ ആശ്വാസമാണ്. എക്സ്റ്റേണൽ കീബോർഡ് ഉപയോഗിക്കുന്നവർക്ക് ഷോർട്ട്കട്ട് കീകൾ വഴിയും
ഇത് നിയന്ത്രിക്കാം. ഗൂഗിൾ ക്രോമിന്റെ മൊബൈൽ പതിപ്പിനെ ഡെസ്ക്ടോപ്പ് പതിപ്പിനോട് കൂടുതൽ അടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഭാവിയിൽ സാധാരണ ഫോണുകളിലും ഇത് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.